ഹലോ ഗായ്സ്, റോക്സ്റ്റാർ ഫീലിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്നൊരു പപ്പ ഷീറ്റ് അടിക്കുന്നതും, പിന്നെ ഇവിടെ കുറച്ച് ദൂരമായിട്ട് ഒരു വയറുണ്ട്, അങ്ങോട്ട് പോവാം. അവിടെ ഫുൾ കൃഷിയും നല്ല പച്ചപ്പുള്ള സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങൾ ഷീറ്റ് അടിക്കുന്ന മെഷീൻ വര. പിന്നെ ഇതാണ് ഷീറ്റ് അടിക്കുന്ന മെഷീൻ. ഇത് ഷീറ്റ് പരത്തേന് ഉപയോഗിക്കും. പിന്നെയുള്ള മെഷീൻ അച്ചടിക്കുന്നതാണ് ഗൈസ്. അത് വര പോലെ കാണത്തില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പം ഇങ്ങനെ വര പോലെ അതിനെ കൊണ്ട് കുറച്ച് പാടുകൾ വീഴും. അതിനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പപ്പയാണ് ഇവിടെ ഷീറ്റ് അടിക്കുന്നത്. അപ്പം നമുക്ക് ഷീറ്റ് അടിക്കുന്നതാണ്. ഹലോ ഗായ്സ്, ഇങ്ങനെയാണ് ഷീറ്റ് അടിക്കുന്നത്. പരത്തുന്ന മെഷീനിലൂടെ ഷീറ്റ് പരത്തി എടുക്കുന്നു. ഒരു തവണയൊന്നും പരത്തിയാൽ പോരാ, കാരണം നന്നായിട്ട് ഇത് പരന്ന് കിടണം. അതുകൊണ്ട് 2-3 തവണയൊക്കെ പരത്തണം. കണ്ടോ, ഷീറ്റ് നന്നായിട്ട് പരന്ന് വരുന്നുണ്ട് ഗൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റേ അച്ചടിക്കുന്ന മെഷീനിലേക്ക് വെക്കാൻ. ഇപ്പോൾ ഷീറ്റ് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഷീറ്റ് എടുക്കും. ഇനി അത് അങ്ങനെ മുമ്പ് ചെയ്തതുപോലെ നല്ല പരത്തുകയാണ്. അതും കഴിഞ്ഞ് അതുകൂടെ വെക്കുവാണ്. ഹലോ ഗൈസ്, ഇതാ അച്ചടിക്കുന്ന മെഷീനിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നല്ല പവറിൽ നല്ല മുറുക്കി വെച്ചടിക്കണം, എങ്കിലും അച്ച് പതിയും. ഇതാ അച്ച് പതിഞ്ഞിട്ടുണ്ട് ഷീറ്റിൽ. ഇതാ അച്ഛൻ നന്നായിട്ട് പതിയുന്നുണ്ട്. ഇങ്ങനെയാണ് ഷീറ്റ് അടിക്കുന്നത്. ഹലോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ നമ്മുടെ റബ്ബർ തോട്ടം. ഇവിടെയാണ് നമ്മുടെ മെഷീൻ പുരയുള്ളത്. നല്ല വൈബുള്ള സ്ഥലമാണ് ഗായ്സ്. ചുറ്റും മരം, ഫുൾ ഭൂപ്രകൃതി. കുറച്ച് മരം ഇലയിക്കില്ല, കാരണം ഡിസംബറാണ്, അതുകൊണ്ടാണ് ഇലയില്ലാത്ത. നല്ല സ്ഥലമാണ് ഗായ്സ്, നല്ല വൈബുള്ള സ്ഥലമാണ്. മഴയുള്ള സമയത്തൊക്കെ വരണം. ഇലയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ്. ഇലയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നു, റബ്ബറിലൊക്കെ നന്നായിട്ടുള്ള കുറേ സ്ഥലമുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, ഷീറ്റെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം അയലിട്ടേക്കുവാണ്, വെയിലടിച്ച് ഉണങ്ങാൻ വേണ്ടി. നന്നായിട്ട് ഉണങ്ങിയാലേ ഇങ്ങോട്ട് കയറിയുള്ളൂ. അവിടെ അയലിട്ടേക്കുവാണ് ഗൈസ്. ഹലോ ഗായ്സ്, ഇവിടുത്തെ ഒരു വയലാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി വയല കണ്ട, ചെറിയ നെൽച്ചെടികളൊക്കെ കാണാം. ആ പച്ചപ്പ് കണ്ട, ആ പച്ചപ്പാണ്. ആ പച്ചക്കറിയിരിക്കുന്ന ചെടികൾ ആണ് നെൽച്ചെടികൾ. ഞാറെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഒരു 40, 45, 46 ദിവസമൊക്കെ കഴിയുമ്പം അതെടുത്ത് ഇവിടെ ഒരുക്കിയ ഒരു സെക്ഷൻ കണ്ട, ആ സെക്ഷനിലേക്ക് എടുത്ത് നടും. അപ്പം അത് നെല്ലായിട്ട് അങ്ങനെ വളർന്നു വരും. അതിനാണ് നെല്ല് വിധിക്കുന്നത്, നെല്ല് കൃഷി ചെയ്യുന്നത്. ഹലോ ഗായ്സ്, ഇപ്പം കാണുന്നതാണ് ഇത് വയൽ ഒരുക്കുന്ന ഒരു മെഷീനാണത്. അതിൻ്റെ പേര് ടില്ലർ എന്നാണ്. അതിൻ്റെ അത് കണ്ടത്തിലൂടെ ഓടിച്ച് അതോരോ സെക്ഷനായിട്ട് ഒരുക്കുവാണ് ചെയ്യുന്നത്. അതാ കണ്ടോ. ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ കാണുന്ന ഇവിടെ കപ്പ കൃഷി ചെയ്തതാണ്. എൻ്റെ പപ്പ ചെയ്ത കപ്പ കൃഷിയാണ്. ഇപ്പം കൃഷിയെല്ലാം കഴിഞ്ഞ് കപ്പയെല്ലാം എടുത്ത് ഇനി ഇത് ഒന്നും കൂടി നിലമെല്ലാം ഒരുക്കാൻ പോകുന്നതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് കാരണം കപ്പയെല്ലാം വെട്ടിയെടുത്ത് ഇനി കമ്പെല്ലാം മാറ്റും. ഇതാ കമ്പ് മാറ്റുന്നുണ്ട്. അപ്പം കമ്പെല്ലാം ഇവിടെയുള്ള ഇത് കൂട്ട് മുറിച്ചിട്ട് ഈ കമ്പെല്ലാം മാറ്റി ഒന്നും കൂടിയും കപ്പ നടാൻ പോവാണ്. ഹലോ ഗായ്സ്,
വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അമ്പരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഈ ജേഴ്സി എടുക്കുന്ന ഞാനൊരു വിരാട് കോഹ്ലിയുടെ ആരാധകനാണ്. പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, ഫുട്ബോളും ഇഷ്ടമാണ്. അമ്പര ഞാനൊരു വിരാട് കോഹ്ലിയുടെ ആരാധകനാണ്. അപ്പം വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.